السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين نبينا محمد وآله وصحبه والتابعين. أما بعد. قرآن بدأنا 146. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة رسول من الله يتلو صحفا مطهرة فيها كتب قيمة وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. صدق الله العظيم. അധ്യായം 98 സൂറത്തുൽ ബയ്യിന മദീനയിൽ അവതരിച്ച സൂറത്തുകളിൽപ്പെട്ടതാണത്. 8 ആയത്തുകളാണ് ഇതിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ എല്ലാ നാമങ്ങളും പറഞ്ഞ് അനുഗ്രഹം തേടിക്കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. ലം യകുനില്ലദീന കഫറു, സത്യനിഷേധികൾ ആയിട്ടില്ല. മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരിൽ നിന്നും ബഹുദൈവ വിശ്വാസികളിൽ നിന്നുമുള്ള സത്യനിഷേധികൾ ആയിട്ടില്ല. മുംഫക്കീന, അവർ ആ സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് പോരുന്നവരായിട്ടില്ല. ഹത്താ തഅതിയഹുൽ ബയ്യിന, അവർക്ക് തെളിവ് വന്നെത്തുന്നതുവരെ. സത്യനിഷേധികളായിട്ടുള്ള വേദക്കാര്, അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികൾ, അവരാ സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് സത്യത്തിലേക്ക് പോന്നത് വ്യക്തമായ തെളിവുകൾ അവർക്ക് വന്നു കിട്ടിയതിന് ശേഷമാണ്. അതായത് റസൂലും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ദൂതൻ അവർക്ക് വന്നെത്തുന്നത് വരെ അവർ സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് പോന്നിട്ടില്ല. എങ്ങനെയുള്ള റസൂൽ? യത്ലു, ആ റസൂൽ അവർക്ക് ഓതിക്കൊടുക്കുന്നു. സുഹുഫം മുതഹറ, പരിശുദ്ധ ഏടുകളെ അവർക്ക് ഓതിക്കൊടുക്കുന്ന അള്ളാഹുവിങ്കിൽ നിന്നുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നെത്തുന്നത് വരെ അവർ സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് പോരുന്നവരായിട്ടില്ല. ഫീഹ കുതുബുൻ ഖയ്യിമ, വക്രതയില്ലാത്ത, അതായത് ചൊവ്വായ പല ലിഖിത രേഖകൾ അവയിലുണ്ട്, ആ ഏടുകളിലുണ്ട്. അങ്ങനെയുള്ള ഏടുകൾ ഓതിക്കൊടുക്കുന്ന റസൂൽ വരുന്നത് വരെ സത്യനിഷേധികളായിട്ടുള്ള വേദക്കാരും മുശ്രിക്കുകളും ആ സത്യനിഷേധത്തിൽ നിന്ന് വേറിട്ട് പോന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ആരാണ് ഈ അഹ്ലി കിതാബ് എന്ന് പറഞ്ഞാൽ? തൗറാത്ത് നൽകപ്പെട്ട ജൂതന്മാരും ഇഞ്ചീൽ നൽകപ്പെട്ട നസാറാക്കളും ഒക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ ബിംബാരാധകരായ അറബികളോ അനറബികളോ ആയിട്ടുള്ള എല്ലാ വിഭാഗം ആളുകളും, ബിംബത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന ആളുകൾ. ഈ 2 വിഭാഗവും അവർ ഈ വളരെ മോശമായിട്ടുള്ള വിശ്വാസത്തിലും അതേപോലെ തന്നെ ശൈലിയിലും കഴിഞ്ഞുകൂടുന്നിടത്ത് നിന്ന് സത്യവിശ്വാസത്തിന്റെ രാജപാതയിലേക്ക് കടന്നു വന്നത് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതിന് ശേഷമാണ്. യാതൊരു വക്രതയുമില്ലാത്ത നിയമവിധികൾ ഉൾക്കൊണ്ടതും പരിശുദ്ധമായ ഏടുകളിൽ രേഖപ്പെടുത്തിയതുമായ ഖുർആൻ വാക്യങ്ങൾ ഓതിക്കേൾപ്പിക്കുന്ന ഒരു പ്രവാചകർ, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വരെ വേദക്കാരായ ജൂതനസാറാക്കളും ബിംബാരാധകരായ അറബികളും അനറബികളും തങ്ങളുടെ പിഴച്ച വാദങ്ങളിലും വിശ്വാസത്തിലും തന്നെയായിരുന്നു നിലകൊണ്ടിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരികയും സത്യം പ്രകാശിപ്പിക്കുകയും ചെയ്തപ്പോൾ സന്മനസ്സുള്ളവർ വിശ്വസിക്കുകയും മർക്കടമുഷ്ടിക്കാർ പിഴച്ച വഴിയിൽ തന്നെ പിടിച്ചു തൂങ്ങുകയും ചെയ്തു എന്നാണ് ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതിന്റെ ചുരുക്കം. റസൂൽ വന്നതിന് ശേഷവും വഴികേടിൽ കടിച്ചു തൂങ്ങിയവർ വല്ലാത്ത ഗതികേടിൽ തന്നെയാണ് ചെന്നുപെടുന്നത് എന്നുകൂടി ഇവിടെ നമുക്ക് മനസ്സിലാക്കാം. കാരണം സത്യം വന്നു കിട്ടിയതിന് ശേഷം ആണ് നിഷേധികളായിട്ടുള്ള ആളുകൾ ആ സത്യനിഷേധത്തിൽ നിന്നും വിട്ടുപോകുന്നത്
എന്ന് പറയുമ്പോൾ സത്യം വന്നു കിട്ടിയിട്ടും സത്യനിഷേധത്തിൽ തന്നെ കടിച്ചു തൂങ്ങുന്നതിന്റെ ബുദ്ധിശൂന്യതയും അതിന്റെ അപകടവും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇവിടെ പറഞ്ഞ ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന, അവർക്ക് തെളിവ് വരുന്നത് വരെ എന്ന് പറഞ്ഞില്ലേ, ആ തെളിവ് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് തെളിവ് എന്നതിന്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഹത്താ തഅ്തിയഹുമുൽ ബയ്യിന, തെളിവ് വരുന്നത് വരെ എന്ന് പറഞ്ഞിട്ട്, അതായത് റസൂലും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റസൂല് ദൂതൻ വരുന്നത് വരെയെന്ന് അള്ളാഹു തആല പറഞ്ഞത്. തങ്ങളെക്കുറിച്ച് തെളിവ് എന്ന് പറയാൻ എന്താ കാരണം? റസൂലുള്ളാഹിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ തെളിവാണ് എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വം സ്ഥിരീകരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തുന്നതിൽ ഒരിക്കലും ഒരു കളവ് നടത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഊടായിപ്പിന്റെ ശൈലിയിലേക്ക് ഒരിക്കലും തന്നെ പോയിട്ടില്ല. പ്രവാചകത്വം സ്ഥിരീകരിക്കാൻ കളവ് പറഞ്ഞിട്ട് തങ്ങളുടെ ആശയം സ്ഥിരീകരിക്കുന്ന ഒരു സംവിധാനം അള്ളാഹുവിന്റെ റസൂൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ല. ശരിക്കു ബുദ്ധിയുള്ള, പൂർണ്ണമായ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ അവരൊരിക്കലും തന്നെ കളവ് പറയുന്ന സ്വഭാവക്കാരുമാകില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യമേ പറയൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ എതിരാളികൾക്ക് പോലും വിശ്വാസമുള്ള സ്ഥിതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തു പറഞ്ഞാലും അത് ശരിയായതായിരിക്കും എന്ന തോന്നൽ അവരുടെ മനസ്സിലേക്ക് ഉണ്ടാക്കാൻ മാത്രം റസൂലുള്ളാഹിന്റെ സത്യസന്ധത നേരത്തെ തന്നെ അവരിൽ എല്ലാവരിലും ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുമ്പോൾ തന്റെ കുടുംബക്കാരെ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ മുകളിൽ വിളിച്ചുകൂട്ടി അവരോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം ചോദിക്കുന്നത് എന്താ? ഈ കാണുന്ന പർവ്വതത്തിന്റെ അപ്പുറത്തുകൂടി സർവായുധ സജ്ജരായ ശത്രു സമൂഹം നിങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഞാൻ പറയുന്നത് ശരിയാണെന്ന് സമ്മതിക്കുമോ എന്നാണല്ലോ റസൂലുള്ളാഹിന്റെ ചോദ്യം. ആ നാട്ടുകാരായ കുടുംബക്കാരായ തങ്ങളെ ഈ 40 കൊല്ലവും നിരന്തരം കണ്ടു പരിചയമുള്ള നാട്ടുകാരുടെ മറുപടി ഏകസ്വരത്തിൽ വൈനോട്ട്, എന്തുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ സമ്മതിക്കാതിരിക്കണം? നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് മനസ്സിലാക്കാതിരിക്കണം? ഇത്രയും നീണ്ട കാലത്തെ ജീവിതത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും കള്ളമാണെന്ന് തോന്നാവുന്ന ഒരു വാക്കും അങ്ങ് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ആ നാട്ടുകാരെ കൊണ്ട് തന്നെ തന്റെ സത്യസന്ധത ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നാൽ ഞാൻ അങ്ങനത്തെ ഒരു സർവായുധ സജ്ജരായ ശത്രു സമൂഹത്തിന്റെ ആഗമനത്തെക്കുറിച്ചല്ല നിങ്ങൾക്ക് താക്കീത് നൽകുന്നത്, മറിച്ച് അള്ളാഹുവിന്റെ ഏകത്വം സമ്മതിച്ച് മുന്നോട്ടു പോകാത്ത പക്ഷം പരലോകത്ത് വരാനിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ് താക്കീത് നൽകുന്നത് എന്ന് പറഞ്ഞപ്പോഴല്ലേ നാട്ടുകാരുടെ മട്ടും ഭാവവും മാറിയത് എന്ന് നമുക്കറിയാമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയെക്കുറിച്ച് ഒറ്റ കാര്യം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതിയല്ലോ. റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ എതിരാളിയായി അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നിലനിൽക്കുന്ന കാലത്ത് ഹിർക്കൽ ചക്രവർത്തിയുടെ അടുത്ത് എല്ലാ നാട്ടുരാജാക്കന്മാർക്കും റസൂലുള്ളാഹി സത്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തയച്ച കൂട്ടത്തിൽ ഹിർക്കലിനും കത്തയച്ചു. ആ കത്ത് കിട്ടിയപ്പോൾ ഹിർക്കൽ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാട്ടുകാരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ കച്ചവടാവശ്യാർത്ഥം അവിടെ എത്തിയ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെ അന്ന് ഇസ്ലാമിന്റെ ഭയങ്കര എതിരാളിയും വിമർശകനുമായിട്ട് നിലകൊള്ളുന്ന കാലത്ത് ഈ രാജാവിന്റെ മുന്നിൽ, അതും എത്രയോ മൈലുകൾ ദൂരെയുള്ള ഒരു രാജ്യത്ത്, ഹിർക്കൽ ചക്രവർത്തിയുടെ നാട്ടിൽ തന്റെ കൊട്ടാരത്തിൽ ചെന്നുപെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നിങ്ങളുടെ നാട്ടിൽ പുതിയതായിട്ട് വന്ന പ്രവാചകനെ കുറിച്ച് അവരന്വേഷിക്കുമ്പോൾ ഹിർക്കൽ ചോദിക്കുമ്പോൾ ഹിർക്കലിന്റെ ചോദ്യം എന്താ? ഇമാം ബുഖാരിക്ക് ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാമല്ലോ, ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി ഖബല അൻ യഖൂല മാ ഖാൽ. ഈ പ്രവാചകനാണെന്ന വാദം പറയുന്നതിന് മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴെങ്കിലും ആ നബി പറഞ്ഞ ഏതെങ്കിലും ഒരു വാക്കിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അത് കള്ളമാണെന്ന് ഊഹിക്കാവുന്ന വല്ല സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? 40 കൊല്ലത്തെ ജീവിതത്തിനിടക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുണ പറഞ്ഞിട്ടുണ്ടോന്നല്ല ഹിർക്കൽ ചോദിക്കുന്നത്, മറിച്ച് ഹൽ കുന്തും തത്തഹിമൂനഹു ബിൽ കദിബി, അപ്പറഞ്ഞത് കള്ളമായിരിക്കുമോ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ അല്ലെങ്കിൽ ഒന്ന് നെറ്റി ചൊളിക്കാനുള്ള ഒരു സാഹചര്യം ഈ 40 കൊല്ലം വരെയുള്ള ജീവിതത്തിനിടക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോ നബി തങ്ങളുടെ ഏറ്റവും വലിയ വിമർശകനും എതിരാളിയുമായ അബൂ സുഫിയാന് അവിടെ വെച്ച് പറയേണ്ടി വരുന്നത് എന്താ? ലാ
ഒരു നിലക്കുള്ള അങ്ങനത്തെ ഒരു ഊഹത്തിനുള്ള ഒരു സാധ്യതയുണ്ടായിട്ടില്ല എന്നാണെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ, അഥവാ ആ വ്യക്തിത്വം തന്നെ തെളിവാണ് നബി തങ്ങൾ ശരിക്കുള്ള പ്രവാചകനാണ് എന്നതിന്. കാരണം എന്താ? 40 കൊല്ലത്തെ ജീവിതത്തിനിടക്ക് ഒരിക്കൽ പോലും കള്ളം പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ ആ 40 കൊല്ലം ആയതിനു ശേഷം, ഒരു പക്വത വന്നതിന് ശേഷം എന്തായാലും കള്ളം പറഞ്ഞ് മോശക്കാരനാവാന്നുള്ള അവസ്ഥയിലേക്ക് ആരെത്തുകയില്ല, നബി സല്ലല്ലാഹു തങ്ങൾ എത്തുകയില്ല എന്നത് തീർച്ചയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ് തെളിവ് എന്ന് പറഞ്ഞത് എന്നിവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകൾ, അമാനുഷിക സിദ്ധികൾ അതും വ്യക്തമാക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ എന്താണ് തെളിവാണ് എന്ന്. അപ്പോ നിങ്ങൾ നോക്കൂ, ഇവിടെ ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീൻ, വേദക്കാരും അതേപോലെ തന്നെ മുശ്രിക്കുകളുമായിട്ടുള്ള നിഷേധികൾ അവരായിട്ടില്ല മുൻഫക്കീന, അവരുടെ സത്യനിഷേധത്തിൽ നിന്ന് വിട്ടുപോരുന്നവരായിട്ടില്ല, ഹത്താ തഅതിയഹുൽ ബയ്യിന, അവർക്ക് തെളിവ് വന്നെത്തുന്നതുവരെ. അഥവാ തെളിവ് വന്നെത്തിയതിനു ശേഷം തന്നെയാണ് അവർ ആ സത്യനിഷേധത്തിൽ നിന്ന് വിട്ടുപോകുന്നവർ വിട്ടുപോരുകയും അവർ സത്യത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന് ചുരുക്കം. എന്നിട്ട് ആ തെളിവ് എന്താണ്? അതായത് റസൂലും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള ഒരു ദൂതൻ വന്നെത്തുന്നതുവരെ. ആ ദൂതൻ വന്നിട്ട് എന്താ ചെയ്തത്? യത്ലു സുഹഫം മുത്തഹറ, പരിശുദ്ധമായ ഏടുകൾ അവർക്ക് ഓതിക്കൊടുത്തു. ഇവിടെ ശുദ്ധമായ ഏടുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അസത്യം അതിൽ കടന്നുകൂടാത്ത വിധം ശുദ്ധമാക്കപ്പെട്ടത് എന്നും, അതേക്കുറിച്ച് മോശമായി പറയപ്പെടാത്ത വിധം പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥം എന്നും, അശുദ്ധിയുള്ളവർ സ്പർശിക്കാൻ പറ്റാത്ത വിധം ശുദ്ധമാക്കപ്പെട്ടത് എന്നുമൊക്കെ അതിനഭിപ്രായമുണ്ട്. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം ശരിയാണ്. ഖുർആൻ തന്നെ പലയിടത്തായി അത് ആ നിലക്ക് തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വരുന്ന ആയത്തുകൾ അപ്പോൾ വരുന്ന ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ തന്നെ മനഃപ്പാഠമാക്കുകയും ശിഷ്യന്മാർക്ക് ഓതിക്കൊടുക്കുകയും ചെയ്യുന്നതോടൊപ്പം അത് എഴുതി വെക്കാൻ നബി സല്ലല്ലാഹു തങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. ഉക്തുബു അന്നി വലു ആയ, ഒരായത്താണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ അത് എഴുതി വെക്കണമെന്ന് റസൂൽ നിർദ്ദേശിച്ചിരുന്നു. അതവർ ഏടുകളിൽ എഴുതി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. അതാണ് ഏടുകൾ ഓതിക്കൊടുക്കുന്നു എന്ന് പറഞ്ഞത് എന്നൊരു വ്യാഖ്യാനം ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സത്യത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ സുതാര്യമായ നിയമങ്ങളും തത്വോപദേശങ്ങളുമാണ് ചൊവ്വായ ലിഖിതങ്ങൾ. ഫീഹ കുതുബും ഖയ്യിമ, അതിൽ ചൊവ്വായ ലിഖിതങ്ങളുണ്ട്, ഏടുകളുണ്ട്, അല്ലെങ്കിൽ ഗ്രന്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൽ ഉദ്ദേശിക്കുന്നത് സത്യത്തിലേക്ക് നയിക്കാൻ ആവശ്യമായ സുതാര്യമായ നിയമങ്ങളും തത്വോപദേശങ്ങളുമാണ് ഇവിടെ പറഞ്ഞ ചൊവ്വായ ലിഖിതങ്ങൾ എന്നതിന്റെ വിവക്ഷ എന്ന് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ചൊവ്വായ ലിഖിതങ്ങൾ ഉൾക്കൊള്ളുന്ന അള്ളാഹുവിന്റെ മഹത്തായ ഗ്രന്ഥം അത് ജനങ്ങൾക്ക് ഓതിക്കൊടുക്കുകയും അവരെ സത്യത്തിലേക്ക് എത്തിക്കാനും സമുദ്ധാരണ പ്രവർത്തനങ്ങളിൽ അവരെ ബോധവൽക്കരിക്കാനും ആവശ്യമായിട്ടുള്ള എല്ലാ സംഗതികളുമായി റസൂലുള്ള വന്നു. റസൂലുള്ള വന്നപ്പോൾ സന്മനസ്സുള്ളവരൊക്കെ അവരുടെ നേരത്തെ അവർ മൂടുറച്ചു പോയിരുന്ന സത്യനിഷേധത്തിന്റെ ശൈലിയോട് ഗുഡ് ബൈ പറഞ്ഞ് അവർ റസൂലുള്ളാന്റെ കൂടെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമുണ്ടായി. അപ്പൊ ആ നബിതങ്ങളുടെ കൂടെ നിന്നവരൊന്നും തന്നെ ഒരു സുപ്രഭാതത്തിൽ എന്തോ കാരണത്താൽ ഇങ്ങോട്ട് മാറി വന്നതല്ല, മറിച്ച് അവർക്ക് വ്യക്തമായ തെളിവ് കിട്ടിയതിനു ശേഷം തന്നെ ശരിക്കും ആധികാരികമായ സ്വരത്തിലും ശൈലിയിലും തന്നെയാണ് അവർ സത്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടുള്ളത് എന്നാണ് അള്ളാഹു തആല ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അർഹമുർ-റഹീമായ റബ്ബ് നമുക്കും അള്ളാഹുവിന്റെ ഹക്കായ ദീനിന്റെ ശരിയായ ശൈലികൾ അത് ജീവിതത്തിൽ പുലർത്തി സത്യത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ള മഹാഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലൈഹി നബിയിൽ മുസ്തഫ മുഹമ്മദ് വഅലിഹി വസഹബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.